എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 47-ാം അധ്യായം. ദേവാലയത്തിൽ നിർച്ചാൽ പിന്നെ ദേവാലയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ ദേവാലയ പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളമൊഴുകുന്നു. ദേവാലയത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയത്തെ പൂമുഖത്തിൻ്റെ വലത്തുഭാഗത്ത് ബലിപീഠത്തിൻ്റെ തെക്ക് വശത്ത് നിന്ന് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവൻ എന്നെ വടക്കേ പടിപ്പുരയുടെ പുറത്തേക്ക് കൊണ്ടുവന്നു. കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നടക്കുകയും ചെയ്തു. വെള്ളം ഒരു വശത്തുകൂടെ ഒഴുകിയിരുന്നു. കയ്യിൽ ചരടുമായി ഞാൻ കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളന്നു. എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു. അവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു. നീന്താൻ വേണ്ടുന്ന മുഴമുണ്ടായിരുന്നു അതിന്. നടന്ന് അക്കരെ വരെ പറ്റാത്തൊരു നദി. അവൻ എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ ഇത് കണ്ടോ? പിന്നെ അവൻ എന്നെ നദീതീരത്തൂടെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ തിരിച്ചു പോന്നപ്പോൾ നദിയുടെ ഇരുകരകളിലും വളരെയധികം വൃക്ഷങ്ങൾ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ ദേശത്തൊഴുകി അരാബ്രായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടൽ ചെന്ന് അതിനെ ശുദ്ധമാക്കുന്നു. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും. അവിടെ ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ട് ഒഴുകുന്നത്. അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. മീൻപിടുത്തക്കാർ ആ കടൽക്കരയെ നിൽക്കും. എൽക്കോ മുതൽ എൻകീം വരെ വലവീശാൻ പറ്റിയ സ്ഥലമാണിത്. ഇവിടെ മഹാസമുദ്രത്തെ പോലെ വിവിധതരം മത്സ്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ നദിയുടെ സമീപത്തുള്ള ചേറ്റുനിലങ്ങളിലും ചതുപ്പുനിലങ്ങളിലും ശുദ്ധമായിരിക്കുകയില്ല. ഉപ്പിന് വേണ്ടി അവ മാറ്റിവെച്ചിരിക്കുന്നു. നദിയിലെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവയുടെ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്ക് വേണ്ട ജലം സമൃദ്ധമായതിന് ഒഴുകുന്നത് കൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവിടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനുമായി ഉപകരിക്കും. ദേശത്തെ അതിരുകൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്കിടയിൽ നീ ദേശം വിഭജിക്കുന്നത് ഇപ്രകാരമായിരിക്കണം. ജോസഫിന് 2 പങ്കുണ്ടായിരിക്കണം. നിങ്ങൾ അത് തുല്യമായി വേണം ഭാഗിക്കാൻ. ഈ ദേശം നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തു. പൈതൃകാവകാശമായി നിങ്ങൾക്കത് ലഭിക്കും. ദേശത്തിൻ്റെ അതിർത്തി ഇതായിരിക്കണം. വടക്കോട്ട് മഹാസമുദ്രം വരെ മുതൽ ഹെത്സോൺ വരെ ഹമാത്തിൻ്റെ അതിർത്തി വരെ. അവിടെ നിന്ന് സേദാദ്, ബെറോത്ത്, മോസ്കസിൻ്റെയും ഹമാസിൻ്റെയും ഇടയ്ക്കുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. സിബ്രായിം, ഹൗറാൻ്റെ ദേശത്ത് ഉള്ള ഹാസീൻ, ഹിക്വാൻ എന്നിവയും. അങ്ങനെ വടക്കേ അതിർത്തി സമുദ്രം മുതൽ ദമാസ്കസിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ഹസാർ ഏനോൻ വരെയും അതിന് വടക്കുള്ള ഹമാത്തിൻ്റെ അതിർത്തി വരെയും. ഇതാണ് വടക്കേ അതിർത്തി. കിഴക്കേ അതിർത്തി ദമാസ്കസിൻ്റെയും ഹൗറാൻ്റെയും ഇടയ്ക്കുള്ള ഹസാർ ഏനോൻ മുതൽ ഇസ്രായേൽ ദേശത്തിനും ഗിലായ്ക്കും ഇടയ്ക്ക് ജോർദാൻ വഴി കിഴക്ക് കടലും തമാർ വരെയും. അതായിരിക്കണം കിഴക്കേ അതിര്.
കിഴക്കേ അതിർത്തി തമാർ മുതൽ മേരിബ വരെയും ഈജിപ്തിനോട് വഴി മഹാസമുദ്രം വരെയും ഇതായിരിക്കണം തെക്കേ അതിർത്തി. ഹമാസിൻ്റെ കവാടത്തിലും നേരെയുള്ള മഹാസമുദ്രമായിരിക്കണം പടിഞ്ഞാറേ അതിർത്തി. അങ്ങനെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് അനുസൃതമായി നിങ്ങൾ ഈ ഭാഗം വിഭജിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ താമസിക്കുക, കുട്ടികൾ ജനിച്ച് അവരെ പാർക്കുന്ന വിദേശീയർക്കും പൈതൃകാവകാശമായി അത് നൽകണം. അവർ നിങ്ങൾക്ക് സ്വദേശീയരായ ഇസ്രായേൽ പോലെ തന്നെ ആയിരിക്കണം. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ നിങ്ങളോടൊപ്പം അവർക്ക് അവകാശം ലഭിക്കണം. പരദേശിയെ പാർക്കുന്ന ഗോത്രം ഏതോ ആ ഗോത്രത്തിൽ തന്നെ അവർ ഓഹരി കൊടുക്കണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.